ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും തിരുനാമത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. ഒപ്പം ദൈവവചന കേൾവിക്ക് സന്നദ്ധരായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് സ്നേഹവന്ദനങ്ങളും അറിയിക്കുന്നു. കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ഒരിക്കൽ കൂടി ഉയർത്താൻ, കർത്താവിൻ്റെ വചനത്തിലൂടെ ദൈവത്തെ പ്രകീർത്തിപ്പാൻ, ആളുകൾക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാൻ, ആത്മീക സത്യങ്ങളുടെ ഗുണപാഠങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ എന്നെ കേൾക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ബോധ്യമാക്കി കൊടുക്കാൻ ഇങ്ങനൊരു അവസരം എല്ലാ ദിവസവും ദൈവം തരുന്നതിന് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്നും ചിന്തനീയമായൊരു വേദഭാഗം, അതിനകത്ത് നിന്ന് അറിയേണ്ട ചില കാര്യങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് ബോധ്യമാകേണ്ടതിന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ഇന്നത്തെ ആലോചനയ്ക്ക് ഉതകുന്ന ദൈവിക സന്ദേശമടങ്ങിയ വേദവാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യം. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേപ്പിൻ്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ഒന്നോടെ വായിച്ച് ബോധിപ്പിക്കാം. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേപ്പിൻ്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രാരംഭ നാളുകൾ. ഈ പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ തുടക്കം കുറിക്കുന്ന തൊട്ടു മുമ്പുള്ള വാക്യം 43-ാം വാക്യത്തിൽ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിക്കുമ്പോഴാണ് ഫിലിപ്പോസിനെ കണ്ടത്. കൂടുതലൊന്നും ചോദിച്ചില്ല, എന്നെ അനുഗമിക്കാമെന്ന് മാത്രം പറഞ്ഞുള്ളൂ. ഫിലിപ്പോസ് യേശുവിനെ അനുഗമിക്കുന്നു. യേശുവിനെ അനുഗമിച്ച ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടുമുട്ടുന്നു. നഥനയേലിനോട് പറയുന്ന വാചകത്തിനകത്താണ് ഇന്നത്തെ ആത്മീക രഹസ്യം ഇരിക്കുന്നത്. വായിച്ച വാക്യത്തിൽ ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു എന്നൊരു വാക്യം. എന്നാൽ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ യേശുവിനെ കണ്ടു എന്നല്ല പറഞ്ഞത്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടവരും കണ്ടെത്തിയവരും എന്നാണ് ഇന്ന് ചിന്തയ്ക്ക് നമ്മൾ തലവാചകമായി ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട്, ഈ വാചകത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ചിന്തിപ്പാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടാം. യേശുക്രിസ്തുവിനെ കണ്ട ഒരുപാട് പേർ അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് താൻ ഭൂമിയിലായിരുന്നപ്പോൾ, പ്രത്യേകിച്ച് 3.5 വർഷക്കാലത്തെ തൻ്റെ ആത്മീക ശുശ്രൂഷ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ കണ്ടു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴും, ഗിരിപ്രഭാഷണം നടത്തിയപ്പോഴും, മറ്റു പല ഘട്ടങ്ങളിലും കർത്താവായ യേശുക്രിസ്തു അത്ഭുതം ചെയ്തപ്പോഴും, ഉപദേശങ്ങൾ നടത്തിയപ്പോഴും, കാൽവരി ക്രൂശിൽ കഷ്ടാനുഭവത്തിന് വിധേയപ്പെട്ട് ക്രൂശിതനായപ്പോഴൊക്കെ വിവിധ രീതിയിൽ, വിവിധ തലത്തിൽ യേശുവിനെ കണ്ടവർ പലസ്തീനിലുണ്ടായിരുന്നു. ഒരു കുഞ്ഞായി കീറ്റുശീലയിൽ കിടക്കുമ്പോൾ ആ കാലഘട്ടം മുതൽ കണ്ടവരുണ്ടായിരുന്നു. വിദ്വാൻമാരും ഇടയന്മാരും ശാസ്ത്രിമാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും യഹൂദന്മാരും സാധാരണക്കാരും പ്രമാണികളും എല്ലാവരും എത്രയോ ആളുകൾ യേശുവിനെ കണ്ടു. കാനാവിലെ കല്യാണ വീട്ടിൽ എത്ര ആളുകൾ അന്നത്തെ കാലത്ത് ഒരു ഗ്രാമീണ കല്യാണത്തിനുണ്ടെന്ന് എനിക്ക് പറയാൻ അറിയില്ല. എങ്കിലും 100 കണക്കിന് ആളുകൾ അത്ഭുതം ചെയ്യുന്ന യേശുവിനെ കണ്ടു. വെള്ളത്തിന് മീതെ നടന്ന യേശുവിനെ ചുരുക്കം പേരെ, അപ്പോസ്തലന്മാരടങ്ങുന്ന 12 പേരെ കണ്ടുള്ളൂ. മീനില്ലാത്ത കടലിൽ വല കഴുകി കെട്ടി തിരിച്ചു പോകാനോ ഒരുങ്ങുന്ന മുക്കവ കൂട്ടത്തിനിടയിൽ പത്രോസിൻ്റെ പടകിൽ കയറി ഒരല്പസമയം ഉപദേശിച്ച അനന്തരം ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ പറയുമ്പോൾ 2 പടക് നിറച്ച് മീൻ പിടിച്ച് പടക് നിറച്ച കർത്താവിനെ 100 കണക്കിന് മുക്കുവന്മാർ കണ്ടു. അങ്ങനെ യേശുവിനെ കണ്ട ഒരുപാട് പേരുണ്ട്. പക്ഷെ നഥനയേലിനോട് ഫിലിപ്പോസ് പറയുന്നത്, ഞങ്ങൾ യേശുവിനെ കണ്ടെന്നല്ലല്ലോ, ഞങ്ങൾ
കണ്ടെത്തിയിരിക്കുന്നു. ആരെ? യേശുവിൽ ആരെയോ ഇദ്ദേഹം കണ്ടെത്തി. ആരെ കണ്ടെത്തി? ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ. അത് പറഞ്ഞ് വിശദീകരിച്ചാൽ മണിക്കൂറുകൾ എടുക്കേണ്ടതാണ്. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരുന്നവനെ ഞങ്ങൾ കണ്ടുമുട്ടിയെന്നല്ല, കണ്ടെത്തിയിരിക്കുന്നു. അവൻ ആരാണ്? അവൻ നസ്രേത്തുകാരൻ യോസഫിൻ്റെ പുത്രനായ യേശു തന്നെയാണ്. സംശയലേശം എന്നെ പറയുന്നു. ഞങ്ങൾ കണ്ടെത്തിയതൊരു മനുഷ്യനെയല്ല, ഞങ്ങൾ കണ്ടെത്തിയത് ഒരു പ്രവാചകനെയോ റബിയെയോ അല്ല. ന്യായപ്രമാണത്തിൽ എഴുതിയിരുന്ന മശിഹാ തമ്പുരാനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടവരെല്ലാം കണ്ടു, കേട്ടു, പോയി. ചിലപ്പോൾ കാര്യം നടത്തിയും പോയി. എന്നാൽ ക്രിസ്തുവിൽ മശിഹായെ കണ്ടെത്തിയ, ക്രിസ്തുവിൽ രക്ഷകനെ കണ്ടെത്തിയ, ക്രിസ്തുവിൽ വിമോചകനെ കണ്ടെത്തിയ, ക്രിസ്തുവിൽ നായകനെ കണ്ടെത്തിയ, ക്രിസ്തുവിൽ വീണ്ടെടുപ്പുകാരനെ കണ്ടെത്തിയ, ക്രിസ്തുവിൽ എൻ്റെ ആത്മമണവാളനെ കണ്ടെത്തിയവർ, അവർക്കവനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? കണ്ടിട്ട് പോകാൻ പറ്റുമോ? എത്രയോ പേർ എന്നെ കാണുന്നു, കണ്ടിട്ട് പോകുന്നു. ചിലപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, ചിലപ്പോൾ വർത്തമാനം പറയുന്നു, ചിലപ്പോൾ ഫോൺ നമ്പർ മേടിക്കുന്നു, കണ്ടു പോകുന്നു. എന്നാൽ എന്നിലുള്ള ദൈവകൃപ, ഞാൻ ആരെന്ന് ഒക്കെ കണ്ടെത്തിയവർ ചുരുക്കമാണ്. ഞാൻ എന്നെ വിടാം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ തന്നെ പറയാം, എന്നിട്ട് നിങ്ങളിലേക്ക് വരാം. കർത്താവിൽ രക്ഷകനെയും വീണ്ടെടുപ്പുകാരനെയും സ്വർഗീയ കവാടത്തിൻ്റെ താക്കോലുള്ളവനെയും ജീവപുസ്തകത്തിൻ്റെ അധികാരിയെയും നിത്യതയിൽ കൊണ്ടുപോകുവാൻ ഭൂമിയിൽ വന്ന് പരമയാഗമായി തീർന്ന ആത്മരക്ഷകനെയൊക്കെ കണ്ടെത്തിയവർക്ക് കണ്ടിട്ട് പോകാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു. യേശുവിനെ കണ്ടാൽ പോരാ, അവനിലുള്ളവനെ കണ്ടെത്തണം. അവനെ കണ്ടെത്തിയവർക്ക് അവനെ മറക്കാൻ കഴിയില്ല. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ നിങ്ങളിന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഉത്തരം മുട്ടിക്കുന്ന പ്രശ്നങ്ങളോ ആർക്കും സഹായിക്കാൻ കഴിയാത്ത പിടിവിട്ടുപോയ വലിയ വലിയ ഭാരങ്ങളോ അതിനെയൊക്കെ തിരിച്ചു പിടിച്ച് കയ്യിൽ തരാൻ കഴിവുള്ളവൻ യേശുവിലുണ്ട്. പാട്ടുകാരോ പാടിയില്ലേ, യേശുവിലൻ തോഴനെ കണ്ടേ. നാം ക്രിസ്തുവിൽ ആരെ കണ്ടു? എനിക്ക് വേണ്ടവനെ, എൻ്റെ സൗഖ്യദായകനെ, എൻ്റെ സമാധാന പ്രഭുവിനെ ഞാൻ കണ്ടെത്തിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ആരോ പറയുന്നത് കേട്ടും ആത്മീക ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഐതിഹ്യ കഥ പോലെ പഠിച്ചും ആണ്ടിലൊരിക്കലോ പ്രത്യേക സന്ദർഭത്തിലോ മാത്രം യേശുവിനെക്കുറിച്ച് കേട്ടും ഓർത്തും ജീവിതം തീർക്കാതെ, ക്രിസ്തുവിൽ നിനക്കുള്ളവനുണ്ട്, നിൻ്റെ സഹായകൻ രക്ഷകനും, അവനെ കണ്ടെത്തണം. അതിന് കർത്താവിൻ്റെ കൂടെ നാം സമയം ചെലവഴിക്കണം. ക്രിസ്തുവിലുള്ളവനെ കണ്ടെത്തിയവരൊക്കെ ഭാഗ്യമുള്ളവരാ. ഇനി ഞാൻ നിങ്ങളിലേക്കൊരു വാക്ക് പറയട്ടെ. പ്രിയരെ, ഈ ലോകത്തിൽ ഒരുപാട് പേര് നമ്മളെ കാണുന്നു, മിണ്ടുന്നു, കുറച്ച് നാൾ ചിലപ്പോൾ നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യുന്നു. സ്റ്റേ ചെയ്യുക മീൻസ് നമ്മളെ ആ ബന്ധം നിലനിർത്തുന്നു. നമ്മളിലുള്ള നന്മ, നമ്മളിലുള്ള അനുഗ്രഹം, നമ്മളിലുള്ള ആത്മാർത്ഥത, ഇതൊക്കെ കണ്ടെത്തിയവർ ചുരുക്കമാണ്. നമ്മുടെ പരമാർത്ഥത കണ്ടെത്തിയവർ ചുരുക്കം. അതിന് സമയമെടുക്കും. എല്ലാവരും നമ്മളിലുള്ള, നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിലുള്ള നന്മകൾ കണ്ടെത്തണമെന്ന് വാശി പിടിക്കാനും പറ്റില്ല. ക്രിസ്തു മഹാദൈവം ഭൂമിയിൽ വന്നപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ചുരുക്കം ചിലർ മാത്രമേ ക്രിസ്തുവിനെ കണ്ടെത്തിയുള്ളൂ. ബാക്കി എല്ലാവരും യേശുവിനെ കണ്ടിട്ട് പോയി. ഇതുപോലെ തന്നെയാണ്. ഇതൊരു ഗുണപാഠമാണ്. ഇതൊരു വലിയ ചൂണ്ടുപലകയാണ്. എന്നെ നിങ്ങളെയൊക്കെ പതിനായിരക്കണക്കിന്, ആയിരക്കണക്കിന്, നൂറുകണക്കിന് ആളുകൾ കാണും, കളയും. ചിലർ മാത്രം കണ്ടെത്തും. അത് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയാണ്. നമ്മളിൽ ഉള്ള കൃപയും കൃപാവരമൊക്കെ ഞാൻ ഒന്നുകൂടെ കിടത്തി ചോദിക്കട്ടെ. നിങ്ങളെ കണ്ടെത്താൻ ചിലരാഗ്രഹിച്ചാൽ നിങ്ങളിൽ എന്ത് കണ്ടെത്താനുണ്ട്? പ്രാർത്ഥിക്കുന്ന, സ്നേഹിക്കുന്ന, ദൈവഭയമുള്ള, മറ്റുള്ളവരെക്കുറിച്ച് കൺസേണുള്ള, ദൈവം ചില കൃപകളെ ഏൽപ്പിച്ച അങ്ങനെ ഒരു വ്യക്തിത്വം നിങ്ങളുടെ അകത്തുണ്ടോ? അങ്ങനെ ഒരു മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും നിങ്ങളുടെ അകത്തുണ്ടോ? അവർക്ക് കണ്ടെത്താൻ എന്തെങ്കിലും ഉണ്ടോ?
അവർക്ക് നിങ്ങളിൽ എന്തെങ്കിലും കണ്ടെത്താനുണ്ടോ? ഉണ്ടാകണം. ഞാൻ 3 ദൂതുകൾ ഒരുമിച്ച് പറയുക. 1, യേശുവിൽ നിൻ്റെ രക്ഷകനെ കണ്ടെത്തണം. 2, ലോകക്കാരൊരുപാട് പേർ നമ്മളെ കാണും, ചിലപ്പോൾ കളയും. എത്രയോ പേരുടെ കഥകൾ എനിക്ക് വളരെ അറിയാവുന്ന പലരും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. നമ്മളിലുള്ള നന്മ അവർ പലരും കണ്ടില്ലെന്ന്. കല്യാണം കഴിച്ചവർ പോലും ചിലപ്പോൾ പലർക്കും കണ്ടെത്തിയില്ല. അതിൻ്റെ കല്ലുകടിയും പല്ലുകടിയൊക്കെ ജീവിതത്തിൽ നേരിടുന്നുണ്ടാകാം. കണ്ടെത്തിയവർ ചുരുക്കമാണ്. എല്ലാവരും നമ്മളെ കണ്ടെത്തണമെന്നില്ല. 3, ഏറ്റവും അധികം ശ്രദ്ധിക്കണം. എന്നെ ചിലർ ശ്രദ്ധിച്ചാൽ, എൻ്റെ കൂടെ ചിലർ നടന്നാൽ, എന്നെ ചിലർ വാച്ച് ചെയ്യാൻ തുടങ്ങിയാൽ, എന്നിൽ ചിലത് അവർ കണ്ടെത്തണം. എൻ്റെ സംഭാഷണത്തേക്കാൾ, എൻ്റെ കെട്ടുമട്ടിനേക്കാൾ, ഞാൻ ആളുകളെ തുറന്നു കാട്ടിയ എൻ്റെ പ്രിൻ്റഡായി കയ്യിലിരിക്കുന്ന ഐഡൻറ്റിറ്റിയേക്കാൾ എൻ്റെ അകത്ത് ദൈവീകമായ ചിലത് കണ്ടെത്തണം. അതൊന്നിരുത്തി ചിന്തിക്കണം. എന്നിൽ മറ്റുള്ളവർ എന്ത് കണ്ടെത്തും? പുറമേ കാണുന്നതൊന്നുമല്ല. കണ്ടെത്തണം. ആ വാക്ക് ഞാൻ വീണ്ടും പറയുന്നു. നമ്മളിൽ നന്മ കണ്ടെത്തട്ടെ. നാം ദൈവമക്കളല്ലേ? അതുകൂടി ചേർത്ത് പ്രാർത്ഥിക്കുക, ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നിർത്താം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല ദിവസം ഞങ്ങൾക്ക് തന്ന ദൈവിക ദൂതനായി സ്തോത്രം. ഞങ്ങളിലൊക്കെ എന്തൊക്കെയോ നന്മകൾ ദൈവം മറച്ചു വച്ചിട്ടുണ്ട്. പലരും അത് കണ്ടെത്താതെ വേറെ എന്തൊക്കെയോ ഞങ്ങളെ കണ്ടു, തെറ്റിദ്ധരിച്ചു. അങ്ങനെയൊക്കെ അവർ കടന്നുപോയി. ഏതാണ്ടൊക്കെ ഞങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി, പറഞ്ഞു, പരത്തി. ഞങ്ങൾ കണ്ടെത്തിയവർ ചുരുക്കം. നാഥ, ഞങ്ങളൊന്നു മാത്രം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നന്മ കണ്ടെത്താൻ ഞങ്ങളിൽ ചില നന്മകൾ ഉണ്ടാകട്ടെ അപ്പ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മക്കൾക്കും ജീവിത പങ്കാളിക്കും കുടുംബാംഗങ്ങൾക്കും സ്നേഹിതർക്കും സഭാവിശ്വാസികൾക്കുമെല്ലാം, അക്രൈസ്തവർക്കുമെല്ലാം ഞങ്ങളിൽ സർവശക്തനെ കണ്ടെത്താൻ, അങ്ങയുടെ ഭാവം, അങ്ങയുടെ സ്നേഹമൊക്കെ കണ്ടെത്താൻ ഉണ്ടാകട്ടെ. കർത്താവിൽ ഞങ്ങളുടെയൊക്കെ രക്ഷകൻ, ഞങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവൻ അങ്ങയിലുണ്ട്. സഹിഷ്ണുതയോടെ അങ്ങയോട് പറ്റി നിന്ന് ഞങ്ങൾക്ക് വേണ്ടവനെ അങ്ങയിൽ കണ്ടെത്തി അങ്ങനെ മുന്നോട്ട് പോകാൻ കർത്താവ് കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.